ഈ പതഞ്ഞു പോകുന്ന സൊല്യൂഷൻ മതി കേട്ടോ നമ്മുടെ മുടി കറുപ്പിക്കാനും മുടി നല്ല രീതിയിൽ വളരാനും. ആഴ്ചയിൽ ഒരു 3 അല്ലെങ്കിൽ 2 ദിവസം റെഗുലറായിട്ട് ഉപയോഗിച്ചാൽ മതി. കുടിക്കാൻ മാത്രമല്ല കേട്ടോ, നരച്ച മുടി കറുപ്പിക്കാൻ നമ്മുടെ ചായയ്ക്കും അതുപോലെ തന്നെ കട്ടൻ കാപ്പിക്കും കഴിയും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഫേസ്ബുക്ക് പേജിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ടിപ്സൊക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. തലമുടി നരച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിലനിർത്തുന്നവരും അതിനെ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള വഴികൾ തേടുന്നവരും അതുപോലെ തന്നെ കളർ ചെയ്യുന്നവരൊക്കെ നമ്മുടെ സമൂഹത്തിൽ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു 90% ആൾക്കാരും ആ നര അങ്ങനെ തന്നെ വെച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാരാണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അതുപോലെ തന്നെ ചില ആൾക്കാരൊക്കെ കെമിക്കൽ ഡൈ വാങ്ങിച്ചടിച്ചിട്ട് അതിൽ ഡിസഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് അവരത് ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ഹെന്നയൊക്കെ വാങ്ങി തേക്കാറുണ്ട്. ഹെന്ന അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി കറുക്കത്തില്ല, ഒരു ചെമ്പിച്ച കളറിലായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ പല ആൾക്കാരിലും കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് സാരമില്ല, നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള വേ ആയതുകൊണ്ട് അത് പേടിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ പക്ഷേ നിങ്ങൾ കെമിക്കൽ ഡൈ വാങ്ങി അടിക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിക്കഴിഞ്ഞാൽ മാത്രം പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. അല്ല എങ്കിൽ നമ്മൾ നാച്ചുറൽ വേ തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ് നല്ലത്. അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ കട്ടൻ കാപ്പി എന്ന് പറയുന്നത്. ചില ആൾക്കാർ കളർ ചെയ്യാറുണ്ട് മുടിയിൽ. അങ്ങനെ കളർ ചെയ്യുന്ന സമയത്ത് ഒരു 25% ആൾക്കാർക്കും അത് ഡിഫോൾട്ടാണ്. അതായത് അവരുടെ മുടി പൊഴിഞ്ഞു പോകുന്നു, നെറ്റി കയറുന്നു, അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ അവർക്ക് വേറെ പോംവഴി ഇല്ലാത്തത് കൊണ്ട് അവർ ചെയ്യുന്നതാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ മുടിക്ക് നിറം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് പിൻവലിയും. പക്ഷേ അവരുടെ നരച്ച മുടി കൂടുതൽ നരയ്ക്കുന്നതോർത്ത് അവർക്ക് സങ്കടവും കാണും. അങ്ങനെയുള്ളവർക്ക് വീട്ടിലുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കേട്ടോ മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കട്ടൻ ചായയും അതുപോലെ തന്നെ കടുങ്കാപ്പിയും കൊണ്ട് നമ്മൾ മുടി കഴുകിക്കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ഫോളിക്കിളുകളെ ഉത്തേജിപ്പിച്ചിട്ട് മുടിയുടെ വളർച്ചയെ കൂട്ടാനും അതുപോലെ തന്നെ നര തടയാനും സഹായിക്കും. അതുകൂടാതെ മുടിയുടെ കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിയുടെ തിളക്കം കൂട്ടാനും ഏക പോംവഴി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അതുകൊണ്ട് ഷാമ്പു ചെയ്യുന്നതിനോടൊപ്പം കുറച്ച് കട്ടൻ കാപ്പി ഇട്ടിട്ട് നിങ്ങൾ തല കഴുകിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിസൾട്ട് നമ്മുടെ മുടിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നിരുന്നാലും നമ്മുടെ ചായയും കട്ടൻ കാപ്പിയൊക്കെ എടുത്ത് തലയിൽ കമിഴ്ത്തുന്നതിന് മുമ്പേ ശ്രദ്ധിക്കുക, ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ചിലപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആകണമെന്നില്ല, ചില ആൾക്കാർക്ക് സൈഡ് എഫക്റ്റ് വരാം. അങ്ങനെ ഒരു ചാൻസ് ഉള്ളത് കൊണ്ട് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം തലയിലേക്ക് ഈ സാധനങ്ങൾ എടുത്ത് വീഴ്ത്താൻ വേണ്ടിയിട്ട് പാടുള്ളൂ കേട്ടോ. നമ്മുടെ കട്ടൻ ചായ എന്ന് പറയുന്നത് മുടി ഇഴകൾക്ക് ശക്തിയും അതുപോലെ തന്നെ മുടിക്ക് ഒരു അതായത് തലയ്ക്ക് ഒരു കുളിർമയും നൽകും കേട്ടോ. ഒരു 4-6 ടീ ബാഗ് എടുത്തതിന് ശേഷം 1 കപ്പ് ചൂടുവെള്ളത്തിൽ ഈ ടീ ബാഗ് ഇട്ട് വെച്ചിരുന്നിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ നമ്മുടെ കട്ടൻ എല്ലാം അതിൽ വെള്ളത്തിലേക്ക് ഇറങ്ങി നല്ല രീതിയിൽ തയ്യാറായിരിക്കും. അതിന് നമ്മൾ കുളിക്കുന്നതിനൊരു 10-15 മിനിറ്റ് മുന്നേ തലയിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയാം. അല്ല എങ്കിൽ നിങ്ങൾ ഷാമ്പു ഉപയോഗിക്കുകയാണെങ്കിൽ ഷാമ്പുവിലേക്ക് ഈ കട്ടൻ കാപ്പി ഒഴിച്ചതിന് ശേഷം അങ്ങനെ നിങ്ങൾക്ക് തല കഴുകാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടീ ബാഗ് ഉപയോഗിക്കുക. അല്ല എങ്കിൽ നമ്മൾ 1 ഗ്ലാസ് വെള്ളം നല്ലവണ്ണം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് 2 സ്പൂണ് നമ്മുടെ കാപ്പിപ്പൊടിയോ അല്ല എങ്കിൽ തേയിലപ്പൊടിയോ ഇട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ച് ആറിയതിന് ശേഷം തലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ രീതിയിലും ചെയ്യാവുന്നതാണ്. നമ്മുടെ കട്ടൻ കാപ്പി കൊണ്ട് അല്ലെങ്കിൽ കാപ്പി കൊണ്ട് നമ്മൾ തല കഴുകുകയാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ രക്തചംക്രമണം വർദ്ധിപ്പിച്ചിട്ട് മുടി കൊഴിച്ചിൽ മാറ്റി മുടി നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഞാൻ കട്ടൻ ചായ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കാപ്പിപ്പൊടി ഇട്ടിട്ട് വേണമെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു 2 ദിവസം നമ്മൾ ഈ ഒരു രീതി ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു റിസൾട്ട് നമ്മുടെ മുടിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കാപ്പിയും അതുപോലെ തന്നെ കട്ടൻ ചായയും നമ്മുടെ മുടിയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. ഇവ രണ്ടിൻ്റെ കറകൾ കൊണ്ടാണ് മുടി ഇഴകൾക്ക് ഒരു ബ്രൗൺ കളർ വരും. ആദ്യം ഒറ്റ വാഷിൽ അത്ഭുതകരമായ മാറ്റമൊന്നും നമുക്കിതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. സ്ഥിരമായിട്ട് നമ്മളിത് യൂസ് ചെയ്താൽ മാത്രമേ നല്ല രീതിയിൽ നമ്മുടെ മുടി ഇഴകളെ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. ആ കാര്യം ഒന്ന് ഓർക്കണം. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം നമ്മൾ ഈ ഒരു രീതിയിൽ മുടി കഴുകുന്നത് നല്ലതായിരിക്കുമേ. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും നമ്മൾ ഒന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് കണ്ടീഷണർ ഇടണം കേട്ടോ. കാരണം ഇത് മുടി വരണ്ട് പോകാനുള്ള ടെൻഡൻസി കാണിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഷാമ്പു ഉപയോഗിക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് കണ്ടീഷണർ ചെയ്യണം. അതുപോലെ തന്നെ കട്ടനോ അതുപോലെ തന്നെ നമ്മുടെ കാപ്പിയോ ഇട്ട് നമ്മൾ തല കഴുകുകയാണെങ്കിൽ ചെറിയൊരളവിൽ കണ്ടീഷണർ ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പായിട്ട് കാണാം. അതുവരെയും ബൈ ബൈ.